ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടു. അതോടുകൂടി ഒരു പ്രത്യേകത ഉണ്ടായത്, അവിടെ ബഹളങ്ങളൊക്കെ, ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അടിച്ചമർത്താൻ പറ്റിയിരുന്നെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ ബഹളങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. ഈ അറ്റാക്ക്, ഇറാനെ ആദ്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത സമയത്തും ഇതേപോലെ വിമതർ ശബ്ദമുയർത്തിയിരുന്നു അവിടുത്തെ ഇറാനെതിരെ. പക്ഷേ ഈ ഖൊമേനിയുടെ മരണം മൂലം ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ടി വി ചാനലുകളിലൊക്കെ കാണാം, ആ ജനങ്ങളെല്ലാം ഒന്നിക്കുകയാണ്. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. വിരോധമൊന്നും ഇപ്പോൾ ഇല്ല. ആ രീതിയിൽ ഒന്നിച്ചു നിന്ന് വളരെ തേങ്ങലോടുകൂടിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. തെരുവിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഇത്രയും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും യുദ്ധമുഖത്താണെങ്കിൽ പോലും ആ ജനങ്ങൾ മുഴുവൻ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തെരുവിലാണ്. അവർ മോൺ ചെയ്യുകയാണ്, അവർ കരഞ്ഞുകൊണ്ടാണ് ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ ഖൊമേനിയുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കണം അടുത്ത ഇറാനെ നയിക്കേണ്ടത്? ആരാണ് പ്രസിഡൻ്റ് ആവേണ്ടത്? ആരാണ് ഇറാനെ നയിക്കേണ്ടത്? ആരാണ് എന്ന് ഉള്ള ഒരു ചോദ്യം. പ്രസിഡൻ്റല്ല, ഇറാൻ്റെ അടുത്ത ആത്മീയ നേതാവ് ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ചർച്ച നടക്കുമ്പോൾ അവിടുന്ന് മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ ആയത്തുള്ള അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകൻ ഉണ്ട്, മുജ്തബ ഖൊമേനിയാണ്. ഇനി അദ്ദേഹം ഇതുപോലെ ഒരു ആത്മീയ നേതാവ് തന്നെയാണ്. പണ്ട് അത്രത്തോളം ഇല്ലായിരുന്നു ആയത്തോള ഖൊമേനിയുടെ ആ രീതിയിലുള്ള ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ചിന്തകൾ ഇല്ലായിരുന്നെങ്കിലും പിന്നീടിപ്പോൾ അദ്ദേഹം ഒരു ആത്മീയ നേതാവുള്ള നിലയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അയാളെ പിടിച്ച് അവിടെ ഇതുപോലെ ആത്മീയ നേതാവായിട്ട്, പരമോന്നത നേതാവായിട്ട് അംഗീകരിക്കാനുള്ള ഒരുക്കമാണ്. ആ അംഗീകാരം കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ ഇറാനിയൻ പ്രസിഡൻറ്റും അതേപോലെ തന്നെ ഷിയ ഭരണമാണല്ലോ, ഷിയ കൗൺസിലും അതേപോലെ അവിടുത്തെ ചീഫ് ജസ്റ്റിസും കൂടെ ചേർന്നാണ്. അപ്പോൾ അവരത് ഉടനെ ഒരു തീരുമാനം എടുക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ മുജ്തബ ഖൊമേനി ആയിരിക്കും വീണ്ടും ഇറാൻ്റെ പരമോന്നത നേതാവ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പോകാനാണ് സാധ്യത. റെസ പഹ്ലവിക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഭരണം ഏറ്റെടുക്കണം. പക്ഷേ അത് ബുദ്ധിമുട്ടാണ്. ഡൊണാൾഡ് ട്രംപിന് ആവശ്യവും റെസ പഹ്ലവിയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുണ്ടാക്കി റിമോട്ട് കൺട്രോൾ വഴി ഭരിക്കാം. അതാണ് ഉദ്ദേശം. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ എന്ത് ദ്രോഹമാണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ നമുക്ക്. അപ്പോൾ ഒന്നാമത് അവിടെ മിനാബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാനിൽ ഒരു എലമെൻ്ററി സ്കൂളുണ്ട്, പെൺകുഞ്ഞുങ്ങളുടെ, കൊച്ചു പെൺകുട്ടികളുടെ പഠിക്കുന്നത്. ഏതാണ്ട് 150 കുഞ്ഞുങ്ങളോളം അവിടെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ആ സ്കൂളിന് ആണ് ബോംബ് ഇട്ടത്, ഇവർ അറ്റാക്ക് ചെയ്തത്. ആ സ്കൂളിനെ അറ്റാക്ക് ചെയ്ത് സ്കൂൾ കെട്ടിടം തകർന്നു. 141 കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്, പെൺകുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ. അവരിങ്ങനെ അടുക്കി കിടത്തിയേക്കുന്നു ശവശരീരങ്ങൾ നമുക്ക് കാണാം. എന്ത് സങ്കടകരമായ കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? അവിടുത്തെ ഈ ഖൊമേനിയെ കൊലപ്പെടുത്തിക്കോളൂ, അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററിയിലെ ആളുകളെ കൊലപ്പെടുത്തിക്കോളൂ. ഇതൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവരെ കൊന്നുള്ള പരിചയവും അവരുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ട്രംപിനും അതേപോലെ തന്നെ ഈ നെതന്യാഹുവിനും ഉള്ളത്. ഈ പലസ്തീനിലെ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നേക്കുന്നത്, കുഞ്ഞുങ്ങളെ. അതുപോലെ ഇത് കുഞ്ഞുങ്ങളുടെ സ്കൂളിലാണ് ഈ ബോംബിട്ടേക്കുന്നത്. അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ ഇവർക്ക്. ഈ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സ്കൂള്, അവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആർത്തലയ്ക്കുന്ന മാതാപിതാക്കൾ അവിടെ ഇരുന്നുണ്ട്. അവരെന്ത് ചെയ്ത്, ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും പേര് കൊല്ലപ്പെട്ടത്? ചിന്തിക്കണം. അവരുടെ ജീവിതം ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തുമാത്രം ദ്രോഹമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവം എന്നറിയോ? ഈ ഇതുപോലെ ഇന്നലെ തന്നെ ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ അധീനതയിലുള്ളതാണ്. ഇറാന് ഒരു തീരുമാനം അങ്ങ് എടുത്തു, ഹോർമൂസ് കടലിടുക്ക് അടച്ചു. അതിലെ കപ്പലുകൾ ഇനി പോകാൻ പാടില്ല. സീവേയാണ്
അതിന് പോകാൻ പാടില്ല, പോകത്തില്ല, ബുദ്ധിമുട്ടാണ്, കാരണം ഇറാൻ്റെതാണ്. അപ്പോൾ അവിടെ അത്, അതായത് ഈ ഇറാനും അതേപോലെ തന്നെ ഈ മറ്റ് പല രാജ്യങ്ങൾ അറേബ്യൻ സീയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ കടലിടുക്ക്. ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതം എന്ന് പറയുന്നത് പ്രതിദിനം 50 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ആണ് അതുവഴി കടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത്. അത് മുഴുവൻ തീരാൻ പോവുകയാണ്, നിർത്തുകയാണ്. ഇനി ഇത് മാത്രമോ, ഇന്ത്യക്ക് വരാനുള്ള 50% ക്രൂഡ് ഓയിൽ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. ഇനി ഇതുവഴി വരാതിരുന്നാലോ? വേറെ വഴിയൊക്കെ ഉണ്ട്. അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ്, സൗത്ത് ആഫ്രിക്കയുടെ അങ്ങ് അഗ്രം, ആ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി കറങ്ങി വരണം. അപ്പോൾ വീണ്ടും ഒരു 4 ദിവസത്തെ യാത്ര വേണ്ടി വരും കപ്പലിന്. അത്രത്തോളം വളരെ ദൂരം ട്രാവൽ ചെയ്തേ വെക്കുള്ളൂ. അത് വലിയ വൻ നഷ്ടത്തിൽ കലാശിക്കും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ യുദ്ധം നീണ്ടു നിന്നാൽ വളരെ വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഒരുപാട് മിസൈലുകളുണ്ട്. അവരുടെ മിസൈൽ ശേഖരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആ മിസൈലുകളുണ്ട്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് അവന്മാർ ജീവമരണ പോരാട്ടമാണ്. അവർക്കൊന്നും നോക്കാനില്ല. ബഗേഴ്സ് ഹാവ് നോ ചോയ്സ് എന്ന് പറയുന്നില്ല, എന്ന് പറയുന്ന പോലെയുള്ള അവർക്കൊന്നും നോക്കാനില്ല. അവർ അവിടെ ഇരുന്നുകൊണ്ട് ഇത് കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ വളരെ വലിയ ആക്രമണങ്ങൾ മുഴുവൻ നടക്കും. അത് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതേപോലെ അവർ ഒരു എക്കണോമിക് വാറും കൂടാണ്, സാമ്പത്തിക യുദ്ധം കൂടാണ് ഈ നടക്കുന്നത്. ഇപ്പം എയർ വഴിയുള്ള യുദ്ധം മാത്രമല്ല, ഇതൊരു സാമ്പത്തിക യുദ്ധം കൂടെ, മിസൈൽ മാത്രമല്ല, ഒരു സാമ്പത്തിക യുദ്ധം കൂടാണ് നടക്കാൻ പോകുന്നത്. സാമ്പത്തിക യുദ്ധം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ എല്ലാം എയർപോർട്ടുകളൊക്കെ ആക്രമിച്ചു. അതേപോലെ തന്നെ ബുർജ് ഖലീഫ ദുബായിൽ അത് മുഴുവൻ ഇവാക്വേറ്റ് ചെയ്തു, ആളുകളെല്ലാം മാറ്റി ഒഴിപ്പിച്ചു. കാരണം ഏറ്റവും ഉയരം കൂടി കെട്ടിടമല്ലേ, അത് എപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടും എന്നറിയില്ല. ആ രീതിയിലാണ്. ടെല്ലവീവിൽ, അതുപോലെ ജെറുസലേമിൽ ഒരുപാട് ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ വാർത്തകളൊന്നും വെളിയിൽ വരത്തില്ല, ആ പടങ്ങളൊന്നും വെളിയിൽ കാണത്തില്ല. ഇസ്രായേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പൗരന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒന്നും ഫോട്ടോഗ്രാഫ് പകർത്തരുത്, അതുപോലെ ഇത് ഷെയർ ചെയ്യരുത്, പങ്കുവെക്കരുത് ഇതാർക്കും, കാരണം ലോകം അറിയരുത്. അമേരിക്കയിൽ ഇപ്പം തന്നെ പ്രസിഡന്റ് ട്രംപിനെതിരെ അവിടെ വിപ്ലവം തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ ബഹളം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതേപോലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതിനെതിരെ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ പരമാധികാരം വെനിസ്വേലയിൽ കീഴടക്കി, അവിടുത്തെ മുഴുവൻ ഓയിലെല്ലാം പിടിച്ചെടുത്തു. അത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് മുതലാളി. അത് ഇനി ഇവിടെ ഇറാനെ കീഴ്പ്പെടുത്തി എടുക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, അത് വളരെ അധികം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. അതുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നതിന് ആർക്കും ഒന്നും പറയാൻ ഒക്കത്തില്ല. ഇറാൻ അമേരിക്കൻ അലയൻസ് ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു എക്കണോമിക് വാർ, സാമ്പത്തിക യുദ്ധം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവും വന്നത്. 50% ക്രൂഡ് ഓയിൽ ഇതുവഴി കിട്ടുന്നത്. അത് ബുദ്ധിമുട്ടാവും, കാരണം ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഈ കടലിടുക്ക് വഴി, ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരേണ്ടത്. 20 മില്യൺ ബാരൽ ഒരു ദിവസം ഓയിൽ വരുന്നത്, അത് വരുന്നില്ല. ഇതിൻ്റെ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓയിൽ പ്രൈസ് ഇപ്പോൾ അങ്ങ് കൂടും, വളരെ വളരെ കൂടും. അതായത് ഇവിടെ നമ്മുടെ സാമാന്യ ജീവിതം തന്നെ ബുദ്ധിമുട്ടാവും. ഇവിടെ പെട്രോളിനും ഡീസലിനും ഒക്കെ ഉള്ള വിലയെന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധത്തിൽ ഈ കൂടാൻ പോവുകയാണ്. അതാണ് വരുന്നത്. സ്വർണത്തിൻ്റെ വില കൂടുന്ന അത് വേറെ കാര്യം, അത് കൂടിക്കോട്ടെ, അവശ്യ ഒന്നും അല്ലല്ലോ സ്വർണം, ആഡംബര വസ്തുവല്ലേ, അതുകൊണ്ട് ഈ കാര്യമില്ല. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെയും ഇതിൻ്റെ വില കൂടുമ്പോൾ വലിയ പ്രശ്നം വരും. നമ്മുടെ പെട്രോളിനും ഡീസലിനും ഉള്ള വില വന്നാൽ നമ്മുടെ എല്ലാ അതായത് ദൈനംദിന ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളുടെയും വില കുതിച്ചു വരും. അങ്ങനെ വളരെ വലിയ നഷ്ടം ഉണ്ടാവും. ഒരുപാട് ജീവിതങ്ങൾ പൊലിയുന്നു, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ടെല്ലവീവിലും ജെറുസലേമിലും ആക്രമണങ്ങൾ ഒരുപാട് നടത്തി. അവരുടെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അവരുടെ ആസ്ഥാനം ഉണ്ടല്ലോ ആക്രമിച്ച് അവിടെ ബോംബിട്ടിട്ടുണ്ട്.
അവിടെ മിസൈൽ ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അത് അവിടുന്ന് പുകച്ചുരുള വരുന്നതിൻ്റെ പടമൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇസ്രയേലിൽ നമുക്കിത് കിട്ടത്തില്ല. കാരണം അത് അമർച്ച ചെയ്ത്, കാരണം ഇസ്രയേലിലെ ജനങ്ങൾ ഇത് അറിയരുത് എന്ന് നേതന്യാഹുവിന് നിർബന്ധമുണ്ട്. ഇത് പുറത്തു പോകരുത്. ഇനി നിങ്ങൾ ഫോട്ടോഗ്രാഫ് പകർത്താൻ പാടില്ല, പകർത്തിയാൽ ഷെയർ ചെയ്യരുത് എന്നുവെച്ചാൽ ലോകമൊന്നും അറിയരുത്. ഇവർക്ക് എന്ത് ചെയ്യാം, പക്ഷേ അത് പുറത്താരും അറിയരുത്. കഷ്ടമല്ലേ? ജെറുസലേമിലേക്ക് പോയ മിസൈലുകളൊക്കെ അവിടെ വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ജെറുസലേമാണ് തലസ്ഥാനം ഇസ്രയേലിലെങ്കിലും ടെലവീവാണ് യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക തലസ്ഥാനം. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ജെറുസലേമിൽ ഇത് വീഴ്ചയെന്നൊക്കെ പറഞ്ഞാലും കുറേ എണ്ണമൊക്കെ അവിടെ വീണ് പൊട്ടിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. മനുഷ്യജീവിതം ബുദ്ധിമുട്ടായിട്ട് മാറി. ഗൾഫ് പശ്ചിമേഷ്യയാകെ ആര് വരുത്തിയോ വിന ചിന്തിക്കണം.